വോട്ടർമാരുടെ വലിയ സാന്നിധ്യമാണ് ഓരോ പോളിംഗ് ബൂത്തിലും ഇപ്പോഴും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ചില പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പരാതികൾ ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. വടകരയിൽ നിന്ന് അത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കപ്പെടുകയാണ്. അവിടെ MLA കൂടിയായ KK രമ ആണ് ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇവിടെ മാത്രമാണ് ഇത്തരത്തിൽ വോട്ടിംഗ് വൈകുന്നത് എന്ന ആക്ഷേപമാണ് KK രമ ഉന്നയിച്ചത്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണോ ഇത്തരത്തിൽ വോട്ടെടുപ്പ് വൈകുന്നത് എന്ന സംശയം കൂടി KK രമ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ അധികൃതർ ഇടപെടണം എന്നും KK രമ ആവശ്യപ്പെട്ടു. നമുക്ക് രമയുടെ ആ പ്രതികരണം കൂടി കേട്ടുനോക്കാം. മുമ്പൊരിക്കലും ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിൽ ഡിലേ ആയിട്ടാണ് ഈ വോട്ടിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ മുതൽക്ക് നീണ്ട ക്യൂ ആണ്. മിക്ക ബൂത്തുകളിലും ഇതാണ് അവസ്ഥ. പക്ഷേ വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ്. അതെ, ഓപ്പൺ വോട്ടുകാരൊക്കെ വന്നിട്ട് അതൊന്നും ഒരിക്കലും ഇല്ലാത്തതാണ്. ഓപ്പൺ വോട്ടുകാർ വന്ന് ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ വരുന്ന ഒരു വിഷയമേ ഉണ്ടാകാറില്ല. ഓപ്പൺ വോട്ടുകാരും വന്നിട്ട് ക്യൂ നിൽക്കുന്നു. പലയിടത്ത് ചില സ്ഥലത്ത് ഓപ്പൺ വോട്ട് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു എന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഓപ്പൺ വോട്ടിലും ചില അപാകതകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 40 വയസ്സ് 45 വയസ്സായ ആൾക്കാരെയൊക്കെ വോട്ട് ചെയ്യിക്കുന്നൊരു സാഹചര്യം, ഓപ്പൺ വോട്ട് ചെയ്യിക്കുന്നൊരു സാഹചര്യം. CPM-ന് സംശയമുള്ള ആളുകളെ ഓപ്പൺ വോട്ട് ചെയ്യിക്കുക എന്ന ഒരു സ്ഥിതിയിലേക്ക് പല ബൂത്തുകളിലും എത്തുന്നുണ്ട്. അത് വളരെ ഗൗരവത്തിൽ കണ്ടതാണ്. അതിനനുസരിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക്. അത്തരം വിഷയങ്ങളുമുണ്ട്. കള്ളവോട്ടും വ്യാപകമായിട്ടുണ്ട്. അതും വലിയ പ്രശ്നമാണ്. നേരത്തെ ഉണ്ടാവുന്നതാണ് കള്ളവോട്ട്. ഇപ്പം ഞാൻ വന്ന് തൊട്ടപ്പുറത്തെ ഒരു ബൂത്തിൽ പോയ സമയത്ത് ഒരാൾ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അയാൾ വോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. യഥാർത്ഥ വോട്ടർ വന്നപ്പോൾ വോട്ടില്ല, വേറൊരാൾ ചെയ്തു പോയി. ഇത് ഈ മണ്ഡലത്തിലൊക്കെ വ്യാപകമായിട്ട് ഉണ്ടാവുകയാണ്. ഇതൊക്കെ ഈ വോട്ടിങ്ങിനെ ബാധിക്കും. ഇതൊരു അട്ടിമറിയിലേക്ക് ഇത് പോകുമോ എന്ന് പോലും ഭയപ്പെടുകയാണ്. കോലാഹലങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് ഇത്തവണ വടകര എന്നത്. വടകരയിൽ നേരത്തെ K മുരളീധരൻ ആയിരുന്നു അവിടുത്തെ MP എന്നറിയാം. പക്ഷേ പത്മജ വേണുഗോപാൽ പാർട്ടി മാറിയതോടുകൂടി വളരെ പെട്ടെന്ന് തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. അങ്ങനെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തിയതോടുകൂടിയാണ് വടകരയിൽ തീപാറുന്ന പോരാട്ടമായി മാറിയത്. നേരത്തെ തന്നെ KK ശൈലജയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതാണ്. അവിടെയാണ് വടകരയിലാണ് KK രമയെ പോലുള്ളവർ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. CPIM-ന് സംശയമുള്ള വോട്ടുകളെല്ലാം ഓപ്പൺ വോട്ടായി മാറുന്നു എന്നുള്ളതാണ്. അതായത് സാധാരണ പ്രായമായ ആളുകൾക്കും പരിമിതികൾ ഉള്ള ആളുകൾക്കും ഒപ്പം ആണ് മറ്റൊരാൾക്ക് കൂടി വോട്ട് രേഖപ്പെടുത്താൻ സഹായിയായി നിൽക്കാവുന്ന സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ 40-45 വയസ്സ് പ്രായമുള്ള ആളുകളൊക്കെ ഓപ്പൺ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ആണുള്ളത് എന്ന ആക്ഷേപം KK രമ ഉന്നയിക്കുന്നു. വ്യാപകമായി കള്ളവോട്ട് നടന്നിട്ടുണ്ട് വടകരയിൽ എന്നുകൂടിയാണ് KK രമ പറഞ്ഞു വെക്കുന്നത്. വടകര ഇത്തവണ ഏറ്റവും വലിയ വീറും വാശിയും നിറഞ്ഞ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി നേരത്തെ തന്നെ മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഓരോ വോട്ടും എന്നത് വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ പരാതികളൊക്കെ ഉണ്ടാകുന്നത് എന്നുകൂടി വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത്തവണ അതിശക്തമായ പോരാട്ടം നടക്കുന്ന വടകര മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാകും ഇത്തവണ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് വടകരയിൽ ഉള്ളത്. 14,21,883 വോട്ടർമാർ ആണ് വടകരയിൽ ഉള്ളത്. അതിൽ സ്ത്രീ വോട്ടർമാർ ആണ് അധികമായിട്ടുള്ളത്. 7,40,000-ലധികം സ്ത്രീ വോട്ടർമാർ, 6,80,000-ലധികം പുരുഷ വോട്ടർമാർ. കന്നി വോട്ടർമാരുടെ വലിയ നിര നമുക്ക് ഇത്തവണ വടകരയിൽ കാണാൻ സാധിക്കുന്നു. കഴിഞ്ഞ തവണ 82% വോട്ട് രേഖപ്പെടുത്തിയ വടകരയിൽ ഇത്തവണയും പോളിംഗ് ശതമാനം എന്തായാലും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. അതായത് പോളിംഗ് അട്ടിമറിയെന്ന ആശങ്ക പങ്കുവെക്കുമ്പോൾ പോലും പോളിംഗ് ശതമാനത്തിൽ കാര്യമായ കുറവ് ഉണ്ടായിട്ടില്ല. 45% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. MS അനീഷ് കുമാർ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ, അതായത് കള്ളവോട്ട് നടക്കുന്നു, ഓപ്പൺ വോട്ട്, പ്രായം കുറഞ്ഞ ആളുകൾക്ക് പോലും ഓപ്പൺ വോട്ട് നടക്കുന്നു, CPIM ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി പരാതി, ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട് വടകരയിൽ നിന്ന്. തീർച്ചയായും അതൊക്കെ രാഷ്ട്രീയപരമായ ആരോപണങ്ങളെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഓപ്പൺ വോട്ട് ഇരു കൂട്ടരും കാര്യമായി തന്നെ പലയിടങ്ങളിലും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മുതിർന്ന ആളുകളെ കൊണ്ടുവന്ന് അവരുടെ വോട്ടുകൾ ചെയ്യിക്കുന്ന രീതി UDF-ഉം LDF-ഉം ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും കളക്ടർ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം കമ്പാനിയൻ വോട്ട് എന്ന രീതിയിലാണ് ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. അതായത് അവശരായ ആളുകളെ പോളിംഗ് ബൂത്തിന്റെ മുൻവശത്ത് എത്തിച്ച ശേഷം മറ്റ് ആള് തന്നെ അകത്ത് കയറി വോട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്കുള്ള, കാഴ്ചയില്ലാത്തവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള
ഭിന്നശേഷിയുള്ളവരെ മാത്രമാണ് ഈ ഓപ്പൺ വോട്ട് എന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയൂ എന്ന് കളക്ടർ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതീവ ഗൗരവമായ മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോഴും വലിയ തിരക്ക് ദൃശ്യമാവുന്നു എന്നതാണ്. അത് കേവലം ആളുകൾ വോട്ട് ചെയ്യാനുള്ള തിരക്കുകൊണ്ട് മാത്രമല്ല, മണിക്കൂറുകളായി വരിയിൽ നിന്നാലും വോട്ട് ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ മണിക്കൂറുകളായി വരിയിൽ നിന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വോട്ടർമാർ നീങ്ങിയിരിക്കുന്നു എന്നതാണ്. നമുക്കിപ്പോൾ കാണാം, ഈ ഓർക്കാട്ടേരിയിലെ നോർത്ത് യു പി സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പല തട്ടിലായുള്ള പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആളുകൾ രാവിലെ മുതൽ വോട്ട് ചെയ്യാനായി നിൽക്കുന്നു എന്നാണ് നമുക്ക് ഈ വോട്ടർമാരോട് തന്നെ ചോദിക്കാം. ചേച്ചി, നിങ്ങളൊക്കെ കുറേ നേരമായോ നിൽക്കാൻ തുടങ്ങിയത്? 12 മണിക്ക് നിൽക്കുന്നത്. 12 മണിക്ക് നിൽക്കാൻ തുടങ്ങിയതാ? രാവിലെ വന്നിട്ട് പോയതാണോ? രാവിലെ വന്ന് മടങ്ങിപ്പോയി പിന്നെ വന്നതാ. എന്നിട്ട് ഇപ്പോഴും ഇവിടെ തന്നെ ഇപ്പോഴും ക്യൂ തന്നെയുണ്ട്. എന്താണ് അവർ പറയുന്നത്? ഈ താമസത്തിന് എന്തെങ്കിലും കാരണം? താമസത്തിന് എന്തെന്ന കാരണം അറിയില്ല, നീങ്ങുന്നില്ല. പലരും വന്ന് തലയുറ്റി വീടും എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇല്ലേ? അമ്മ ഒരുപാട് നേരമായോ നിൽക്കുന്നു? എങ്ങനെയാണ്, ചെയ്തിട്ടോ പോകുന്നുള്ളൂ? രാത്രി ആയാലും ചെയ്തിട്ടേ പോകും. രാവിലെ വന്നിട്ട് പോയതാണോ? ഇല്ല, ഇപ്പൊ തന്നെ 2 മണിക്കാണ് വന്നു. എന്നിട്ട് ഈ ക്യൂവിൽ അങ്ങ് നിൽക്കുക. ഇതാണ് ആളുകൾ. ഇവിടുത്തെ മാത്രം അവസ്ഥയല്ല, ഈ വടകരയിൽ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന പലയിടങ്ങളിലും, കൊയിലാണ്ടി പോലുള്ള ഇടങ്ങളിലും വലിയ താമസമുണ്ട്. പ്രധാനമായും ഇതിന്റെ ഒരു കാരണമായി ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നത്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അമർത്തിയ ശേഷം പിന്നീട് ബീപ് ശബ്ദം കേൾക്കാൻ, ഈ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെയുള്ള ശബ്ദം കേട്ട് വെളിച്ചം കാണാനുള്ള താമസം, അത് കുറെ അധികം വൈകി. അതിലൊരു കാലതാമസമുണ്ട്. അനീഷ്, അത്തരത്തിൽ ഉള്ള ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നു. മാത്രവുമല്ല, അനീഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ നീണ്ട നിര. അനീഷ് പ്രായമായ ഒരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, രാത്രിയായാലും ഞാൻ വോട്ട് ചെയ്തിട്ടേ മടങ്ങൂ എന്നാണ്. അങ്ങനെ വടകര അതിശക്തമായി തന്നെ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുമ്പോഴാണ് ഈ വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ സാവധാനത്തിലാണ് അവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് എന്ന ആക്ഷേപം കെ കെ രമയെ പോലെയുള്ളവർ ഉന്നയിക്കുന്ന പശ്ചാത്തലം കൂടിയാണുള്ളത്. സമയം 2:30.